പിൻവാതിൽ നിയമനങ്ങൾ അവസാനിപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കേരള ഉള്ളാട മഹാസഭ സംസ്ഥാന സമ്മേളനം മൂവാറ്റുപുഴയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പിൻവാതിൽ നിയമനങ്ങൾ അവസാനിപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. പിൻവാതിൽ നിയമനങ്ങളിലൂടെ ഇല്ലാതാകുന്നത് പട്ടികജാതിക്കാരുടെയും പട്ടികവർഗക്കാരുടെയും നിയമനങ്ങളാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 3 വർഷം കൂടുമ്പോൾ എത്ര നിയമനങ്ങൾ സംസ്ഥാനത്ത് നടന്നിട്ടുണ്ടെന്ന് പരിശോധിക്കുമെന്നും അതിൽ പട്ടികജാതിക്കാർക്ക് അർഹമായ നിയമനങ്ങൾ കിട്ടിയിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഇല്ലാതാകുന്നത് പട്ടികജാതിക്കാരുടെയും പട്ടികവർഗക്കാരുടെയും നിയമനമാണ്. കാരണം PSC-യിലേക്ക് റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഈ പിൻവാതിലിലൂടെ നിയമിച്ച സ്വന്തക്കാരെ അവിടെ നിലനിർത്താൻ വേണ്ടിയിട്ട് PSC ആൾ വന്നാൽ ഇവരെ മാറ്റേണ്ടി വരും. ഈ പിൻവാതിലൂടെ നിയമിക്കുമ്പോൾ ഒരു സംവരണമില്ല. PSC-യിലൂടെ നിയമിച്ചാൽ, എംപ്ലോയ്മെന്റിലൂടെ നിയമിച്ചാൽ സംവരണം ഉണ്ടാവും. അത് അവസാനിപ്പിക്കണം. പിന്നെ ഒരു കാര്യം, സുപ്രധാനമായ ഒരു കാര്യം പറഞ്ഞു, ഗവൺമെന്റ് 3 വർഷം കൂടുമ്പോൾ പരിശോധിക്കണം എത്ര നിയമനങ്ങൾ സംസ്ഥാനത്ത് നടന്നിട്ടുണ്ട്. അതിൽ പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും ആവശ്യമായ നിയമനങ്ങൾ അവരർഹിക്കുന്ന ശതമാനം കിട്ടിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തി പട്ടികജാതിക്കാരെ അത് ഇച്ഛാശക്തിയോടുകൂടി ആരെടുത്താലും ഈ സർക്കാർ നടത്താം. മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് P.A. മോഹനൻ അധ്യക്ഷനായിരുന്നു. ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്, മൂവാറ്റുപുഴ MLA മാത്യു കോൾനാടൻ, നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി, ജനറൽ സെക്രട്ടറി രജി PR, അഖില കേരള ചേരമർ ഹിന്ദു മഹാസഭ ജനറൽ സെക്രട്ടറി A.K. സജീവ്, കേരള സാംബ സഭ ജനറൽ സെക്രട്ടറി D.R. വിനോദ്, CSDS ജനറൽ സെക്രട്ടറി സുനിൽ K. തങ്കപ്പൻ, P.A. ദാമോദരൻ, സുഷമ T.K., ദിനേശൻ M.K., N.R. മോഹനൻ, N.S. ചന്ദ്രൻ, ജോണി ജോസഫ്, G. സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ മെറിറ്റ് അവാർഡ് വിതരണവും പ്രതിഭാ പുരസ്കാര സമർപ്പണവും നടന്നു.